എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ ഡേ അടുക്കാറായല്ലേ. വളരെ കുറച്ച് മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമൊക്കെ ഉള്ളൂ ഇനി മുന്നിൽ. അപ്പോൾ ഫാൻസുകാരുടെയും ആർമി ഗ്രൂപ്പുകാരും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ഓട്ടപ്പാച്ചിലാണ് തങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ടുകൾ ശേഖരിക്കാനുള്ള അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജാസ്മിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫാൻസോ അല്ലെങ്കിൽ ആർമി ഗ്രൂപ്പിസമോ ഒന്നും എൻ്റെ വീഡിയോയിൽ ഇല്ല കേട്ടോ. എങ്കിലും എന്തുകൊണ്ടാണ് ഞാൻ ഈ പെൺകുട്ടിയെക്കുറിച്ച് വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുമ്പോൾ കാലേക്കുട്ടി തീരുമാനിച്ച് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി അത് കാണാതെ പഠിച്ച് ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇതുവരെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി വീഡിയോസ് ഇട്ടത് അപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ. യൂട്യൂബിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് മനസ്സ് വേദനിക്കും അല്ലെങ്കിൽ ഉടക്കും. അപ്പോൾ തോന്നും വീഡിയോ ഇടാമെന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ട്, അതായത് ഗബ്രി റീ എൻട്രി ചെയ്തിട്ടുണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക്. അപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പ്രതികരണം അതിനെ പോലും നാടകീയമായി വിശകലനം ചെയ്തുകൊണ്ട്, അതും ആ വിശകലനം ചെയ്യുന്നത് എത്രമാത്രം നാടകീയതകൾ ചേർന്നിട്ടാണെന്ന് കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതായത് അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ജാസ്മിൻ. അപ്പോൾ ആ സമയത്താണ് ഗബ്രി അകത്തേക്ക് വന്നത്. എന്നിട്ടൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഉറങ്ങിക്കിടന്ന ജാസ്മിൻ ഉറക്കപ്പിച്ചിൽ, എന്താ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിന് പറയുന്നത്, ഉറക്കച്ചടവോടെ ഇങ്ങനെയൊക്കെ ഇത് പറയൂ അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവത്തോടെ ഇവളെ കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ആ ഉറക്കപ്പിച്ചിൽ തന്നെ. ജാസ്മിൻ ജാഫറിന്റെ ഒരു ക്യാരക്ടർ 100 ദിവസം ആകാറായിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഉറക്കമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഭ്രാന്താണ്. ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരിക, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ചാടി എഴുന്നേറ്റ് ഡാൻസ് ചെയ്യുക, ഇതൊന്നും ജാസ്മിന് പറ്റില്ലായിരുന്നു. ജാസ്മിൻ പതിയെയാണ് ആ ഒരു സ്റ്റെപ്പിലേക്കൊക്കെ കടന്നത് തന്നെ അല്ലേ. എത്ര വൈറൽ വീഡിയോസ്, അതായത് ഏഷ്യനെറ്റ് തന്നെ ഷെയർ ചെയ്തിരിക്കുന്നു. കോട്ടുവയൊക്കെ വിട്ടുകൊണ്ട് വെറുതെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ നല്ല ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഇവളെ വിളിച്ചു കൊണ്ടുവന്ന് ഗബ്രിയെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ വളരെയധികം സർപ്രൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ടും അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അവളുടെ ആ ഒരു സന്തോഷം അതിര് വിട്ട് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സങ്കടവും ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. ആ ഒരു മൊമെന്റിനെ പോലും എന്ത് നാടകമാണ് അവൾ കളിക്കുന്നത്. അവൾ കണ്ണുപൊത്തുന്നു, അവിടെ പോയിരിക്കുന്നു, അവൾ കരയുന്നു. കുറേ നാൾ കൂടിയിരുന്ന് ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവിനെ കാണുമ്പോഴുള്ള രീതിയിലുള്ള പ്രകടനമൊക്കെയാണല്ലോ അവൾ കാണിക്കുന്നതെന്ന്. അതായത് അർദ്ധരാത്രിയിൽ ഉറക്കപ്പിച്ചിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു പെൺകുട്ടി നാടകം കളിച്ചത്രേ. അയ്യോ, അപ്പൊ ജാസ്മിൻ ഭയങ്കര സംഭവമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, വോട്ടെല്ലാം ജാസ്മിന് തന്നെ കൊടുക്കൂ. കാരണം അർദ്ധരാത്രിയിൽ പോലും എഴുന്നേറ്റ് നിന്ന് നാടകം കളിക്കില്ല. ഇത്രയേറെ കഴിവുള്ള ഒരു മത്സരാർത്ഥി വേറെ ആരുണ്ട് അവിടെ? അപ്പൊ ജാസ്മിന് തന്നെയല്ലേ അർഹത. അതായത് ഒരു വ്യക്തി അത് ഉറക്കത്തിൽ നിന്നാണെങ്കിലും അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലും അവൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെയൊക്കെ പുറത്തുള്ള ഒരു പറ്റം ആളുകൾ പറയുന്നത് നാടകം എന്നാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ ഫിസിക്കൽ ടാസ്കുകൾ ജാസ്മിനാണ് വിൻ ചെയ്യുന്നതെങ്കിൽ മലയാളം സോഷ്യൽ മീഡിയ പ്രകമ്പന കൊള്ളും. പിറ്റേ ദിവസം എന്തായിരിക്കും തംബ്നെയിൽസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വീഡിയോസ് കോണ്ടന്റ്സ് എന്തായിരിക്കും എന്ന് വെച്ചാൽ നാടകമായിരുന്നു അവളുടെ. അവൾ അതിനകത്ത് കള്ളക്കളിയാണ് കളിച്ചത്. ഫേക്ക് ഗെയിമറാണ് അവൾ. അവൾക്ക് വേണ്ടി ബിഗ് ബോസിന്റെ ക്രൂ മെമ്പറിൽ ഒരാളുണ്ടല്ലോ, ആ പേര് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അദ്ദേഹം ഇവൾക്ക് വേണ്ടിയിട്ട് ആ ഗെയിം ഉണ്ടാക്കിയതാണ്. ശരിക്കും അവൾക്ക് അർഹത ഉണ്ടായിരുന്നില്ല അതിൽ വിജയിയാകുവാൻ എന്ന് വേണ്ട. ആ പെൺകുട്ടി ഒന്ന് ഉറക്കം തൂങ്ങിയാലും ഒന്ന് ഉറക്കെ ഓടിയാലും ഒന്ന് പ്രതികരിച്ചാൽ പോലും അതിനെ നാടകീയത എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപാട് വലിയ ആളുകളുള്ള ഈ ഒരു സമൂഹത്തിൽ അവൾ ഒരു കപ്പുമായിട്ട് വരുന്നത് കാണാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അവൾ ബിഗ് ബോസ് ഷോയിൽ കപ്പ് കിട്ടാൻ എല്ലാ രീതിയിലും, അതായത് 100% ഒക്കെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ നേരിടുന്ന ഈ ഒരു ബുള്ളിങ് ഉണ്ടല്ലോ, എന്ത് ചെയ്താലും നാടകം എന്നുള്ള പേരിൽ. അപ്പം ഈ പെൺകുട്ടി എന്ത് ഗെയിം ആണെങ്കിലും എന്ത് ഫിസിക്കൽ ടാസ്കുകളാണെങ്കിലും അവൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു പ്രകമ്പനം, അല്ലെങ്കിൽ ഈ കോളാമ്പി വെച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ആ ഗെയിം അവളെ അകത്തുള്ള ആരോ ജയിപ്പിച്ചതാണ്. അതായത് അവൾക്ക് കഴിവില്ല. എത്രയോ ഫിസിക്കൽ ടാസ്കുകളിൽ അവൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഔട്ടായി പോയിട്ടുണ്ട്. അന്നൊന്നും ഇവർക്കാർക്കും ഒന്നും പറയാനില്ല. എന്തേ? അന്ന് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ക്രൂ മെമ്പറിൽ ഒരാൾ ഇവളെ ആ ഒരു ഗെയിമിൽ സപ്പോർട്ട് ചെയ്തില്ലേ. അപ്പോൾ എല്ലാ മത്സരാർത്ഥികളെയും പോലെ ലക്ക് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വിജയിക്കുന്ന പല ഫിസിക്കൽ ടാസ്കുകളും പിറ്റേ ദിവസം മീഡിയയിൽ പറയുന്നത് അവൾ നാടകം കളിച്ചു, അല്ലെങ്കിൽ അവൾ കള്ളക്കളിയാണ്, അവൾ ഫേക്ക് ഗെയിമറാണ് എന്നൊക്കെയാണ്. എന്തൊരു ജനങ്ങളല്ലേ സത്യം പറഞ്ഞാല്. പെൺകുട്ടിയാണെന്നുള്ളൊരു സഹതാപമോ ഒന്നും അവളോടില്ല ആർക്കും. ഒരു മനുഷ്യനാണെന്നൊരു പരിഗണന അവളോട് ആർക്കുമില്ല അല്ലേ.
സത്യം പറഞ്ഞാൽ ഞാൻ PR ആർമിയോ ഒന്നുമല്ല, പക്ഷേ അവൾ ഒരു കപ്പും കൊണ്ട് വരണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അവൾ ഒരു സർവൈവറാണ്. ഇനി എന്തു വേണ്ടി കാര്യങ്ങൾ അവൾ ഫേസ് ചെയ്യാനിരിക്കുന്നു, എന്തു വേണ്ടി അവൾ സഹിച്ചു ആ ഹൗസിനുള്ളിൽ, എത്രമാത്രം മെന്റൽ ഡിപ്രഷനുകളിലൂടെ അവൾ കടന്നുപോയി, എന്നിട്ടും അവൾ വീണില്ല. ഒരു ഫിനിക്സ് ബേർഡിനെ പോലെ ഇങ്ങനെ ഉയർത്തുയർത്ത് വരികയായിരുന്നു. അപ്പോൾ അവൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു കപ്പ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ അവൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫൈനൽ 5-ൽ അവൾ എത്തി എന്നുള്ളത് അവളുടെ വിജയമാണ് കേട്ടോ. ഈ കുത്തുവാക്കുകൾ പറയുന്നതും നെഗറ്റിവിറ്റി പുറത്തേക്കിടുന്ന ആളുകളും കാത്തിരിക്കുക കപ്പ് കിട്ടരുത് എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഓർക്കുക, അവൾ ഇപ്പോൾ തന്നെ വിജയിച്ചു എന്നുള്ളതാണ്. കാരണം സാധാരണയിൽ സാധാരണക്കാരിയായ ഒരു പുനലൂരുകാരി, അതും വെറും ഒരു ജാഫറിന്റെ മകൾ. അവൾ എപ്പോഴും പറയാറുണ്ട് അവളുടെ സ്വന്തം പിതാവിനെ കുറിച്ച്, അവളുടെ പേരിന്റെ കൂടെ പിതാവിന്റെ പേരും ചേർത്ത് പറയും, ഞാൻ ജാഫറിന്റെ മോളാണ്. സാധാരണക്കാരൻ ജാഫറിന്റെ മകൾ ഇപ്പൊ തന്നെ വിജയത്തിന്റെ കൊടുമുടി എത്തിക്കഴിഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ വെറുതെയാ പറയുന്നത്. അത് അർദ്ധരാത്രിയിൽ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ അവൾ പ്രകടമാക്കുന്നത് നാടകമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നാടകമാണ്, നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം നാടകീയത കലർന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.